അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1469, സൂറത്തുൻ നഹൽ 94 മുതൽ 97 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تتخذوا أيمانكم دخلا بينكم فتزل قدم بعد ثبوتها وتذوقوا السوء بما صددتم عن سبيل الله ولكم عذاب عظيم. ولا تشتروا بعهد الله ثمنا قليلا إنما عند الله هو خير لكم إن كنتم تعلمون. ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولا تتخذوا أيمانكم دخلا بينكم. നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ, സത്യങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിനുള്ള മാർഗങ്ങളാക്കി കളയരുത്. ഫതസില്ല ഖദമുൻ ബഅദ സുബൂതിഹാ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിൽപ്പുറച്ചതിനു ശേഷം പാദം ഇടറിപ്പോകാൻ അത് കാരണമാകും. വതദൂഖു സൂഅ ബിമാ സദത്തും അൻ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞതു നിമിത്തം നിങ്ങൾ ശിക്ഷ അനുഭവിക്കാനും അത് കാരണമായി തീരും. വലക്കും അദാബുൻ അലീം. പരലോകത്തെത്തുമ്പോൾ വലിയ ശിക്ഷയും നിങ്ങൾക്കുണ്ടാകും. വലാ തശ്തറൂ ബി അഹ്ദില്ലാഹി സമനം ഖലീല. അള്ളാഹുവിന്റെ കരാറിനു പകരം നിങ്ങൾ തുച്ഛമായ വില വാങ്ങരുത്. ഇന്നമാ ഇൻദല്ലാഹി ഹുവ ഖൈറുൽ ലക്കും. നിശ്ചയം അള്ളാഹുവിലുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമമായത്. ഇൻകുന്തും തഅലമൂൻ. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. മാ ഇൻദകും യൻഫദു. നിങ്ങളുടെ അടുത്തുള്ളതെല്ലാം തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്. അള്ളാഹുവിലുള്ളതാവട്ടെ അതാ എന്നെന്നും ശേഷിക്കുന്നതാണ് താനും. വലനജ്സിയല്ലദീന സബറൂ. ക്ഷമിച്ച ആളുകൾക്ക് നാം പ്രതിഫലം നൽകും. അജ്റഹും. അവരുടെ പ്രതിഫലത്ത് കൂലിയെ അബി അഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഏറ്റവും നല്ല നിലക്ക് തന്നെ അവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. സത്യവിശ്വാസിയായിരിക്കെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആണായാലും പെണ്ണായാലും സുഹൃതം പ്രവർത്തിച്ചാൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ. അവർ നമ്മൾ നല്ല ജീവിതം ജീവിപ്പിക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സത്യം ചെയ്യുന്നത് അത് ഗൗരവത്തിൽ കാണണമെന്നും ആ സത്യം ചെയ്താൽ, ശപഥം ചെയ്താൽ അത് പാലിക്കാനുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാവണമെന്നും ചെയ്ത സത്യത്തിന് ലംഘനം കാണിക്കരുത് എന്നും കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പറയുകയും വിശദീകരിക്കുകയും ചെയ്തുവല്ലോ. ലംഘനം കാണിക്കാൻ പറ്റാത്തത് ഏതാണെന്നും ചെയ്ത സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണെന്നും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അതിന്റെ ഒരു ഒന്നുകൂടി വിശദീകരിക്കുന്ന ശൈലിയാണ് ഈ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലാ തത്തഖിദു അയ്മാനക്കും. നിങ്ങളുടെ സത്യങ്ങളെ, ശപഥങ്ങളെ നിങ്ങളാക്കരുത്. ദഖലം ബൈനക്കും. നിങ്ങൾക്കിടയിലുള്ള ഒരു ചതിപ്രയോഗത്തിന് വേദിയാക്കരുത്. സത്യം ചെയ്തുകൊണ്ട് ആളുകളെ ചതിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തരുത് എന്ന്. ജീവിതത്തിൽ ഓരോ മനുഷ്യനും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്.
ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്ന് തന്നെയാണല്ലോ മറ്റുള്ളവർ ധരിക്കുക. അതുകൊണ്ട് സത്യം ചെയ്തതിന് ശേഷം അതിന് വിരുദ്ധമായ ശൈലി നിങ്ങൾ സ്വീകരിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കാൻ അത് കാരണമാവുകയും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മതത്തിന്റെ മഹത്വവും അന്തസത്തയും അതിനെ ആളുകൾ നിസ്സാരവൽക്കരിക്കാനോ മതിപ്പുകുറവോടുകൂടെ നിരീക്ഷിക്കാനോ കാരണമായേക്കും. അത്തരമൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിം അവന്റെ പ്രവർത്തനങ്ങൾ മുഖേന ഇസ്ലാമിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു ശൈലിയും ഒന്നിലുണ്ടാകാൻ പാടില്ല എന്നല്ലേ നമ്മുടെ നിലപാട് വേണ്ടത്, അല്ലേ? നമ്മൾ എന്തു ചെയ്യുമ്പോഴും ആ ചെയ്യുന്നതിനെല്ലാം നമ്മുടെ എതിരാളികളും അതേപോലെ ദോഷേകതീർക്കുകളായ ആളുകളൊക്കെ എന്താ ചെയ്യുക, അത് ഇസ്ലാമിന്റെ ഒരു കുറ്റായിട്ടാണ് കാണുക, അല്ലെ? മുസ്ലിങ്ങൾ കുറ്റം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ കുറ്റമായിട്ട് ഇസ്ലാമാണ് അതിന്റെ ഉത്തരവാദി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമല്ലോ. പ്രത്യേകിച്ചും മതത്തിന്റെ ശത്രുക്കൾക്ക് ഒരു പിടിവള്ളി കൊടുക്കുന്ന ഒരു ദുരന്തം അതിലൂടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അതുകൊണ്ടുണ്ടാവുക നമുക്ക് തന്നെയും ആത്മീയമായ അപജയം കടന്നു വരികയും നമ്മൾ കാരണത്താൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ചിലരെങ്കിലും ഇതൊക്കെയാണോ ഇസ്ലാമെങ്കിൽ ഇതിലേക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് വലാ തത്തഖുദു അയ്മാനക്കും ദഖലൻ ബൈനക്കും, നിങ്ങളുടെ സത്യങ്ങളെ ശപഥങ്ങളെ നിങ്ങൾക്കിടയിലുള്ള ഒരു ചതിപ്രയോഗത്തിന് നിങ്ങൾ വേദിയാക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറയാണ്, സുമ്മ ഹദ്ദറ തആല ഇബാദഹു, നേരത്തെ സത്യം പാലിക്കണമെന്നും അതിന് ലംഘനം കാണിക്കരുതെന്നും പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല തന്റെ അടിമകളെ വിലക്കുകയാണ്, അവരോട് താക്കീത് നൽകുകയാണ്. ഇത്തിഖാദിൽ ഐമാനി ദഖലൻ ഖദിഅത്തൻ വമക്ര, സത്യങ്ങളെ ചതിപ്രയോഗത്തിനുള്ള ഒരു വേദിയാക്കുന്നതിനെ തൊട്ട് അല്ലാഹു തആല താക്കീത് നൽകുകയാണ്. എന്താ കാരണം? അങ്ങനെ നിങ്ങൾ ചെയ്താൽ അല്ലാ തസില്ല ഖദമുൻ ബഅദ സുബൂതിഹ, ഇസ്ലാമിൽ കാലുറച്ചതിന് ശേഷം കാല് ഇടറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ. നിങ്ങൾ സത്യം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ സത്യത്തിൽ നിങ്ങൾ ചതി കാണിച്ചാൽ, അതിൽ നിങ്ങൾ വഞ്ചന കാണിച്ചാൽ, അതിൽ നിങ്ങൾ ആളുകളെ ചീറ്റ് ചെയ്താൽ അതൊക്കെ ആ വിശ്വാസത്തിന്റെ വിശുദ്ധി കളഞ്ഞു കുളിക്കുന്ന ശൈലിയാണ്. ഇതെന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് മസലുൽ ലിമൻ കാന അലൽ ഇസ്തിഖാമത്തി ഫഹാദ അൻഹാ വസാല അൻ തരീഖൽ ഹുദാ ബിസബബിൽ ഐമാനിൽ ഖാനിസത്തി അൽ മുസ്തമിലത്തി അല സദ്ദി അൻ സബീലില്ലാഹ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ചെയ്ത ചില സത്യങ്ങളുടെ പേരിൽ ശരിയുടെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണമാകും വിധത്തിലുള്ള റൂട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഉപമയായി അള്ളാഹു പറഞ്ഞതാണ്. എന്താ കാരണം? ലഅന്നൽ കാഫിറ, ഒരു നിഷേധി, ഇദാ റഅ, അവൻ കണ്ടാൽ, അന്നൽ മുഅ്മിന ഖദ് ആഹദഹു, ഒരു വിശ്വാസി അവനോട് കരാറ് ചെയ്തു, എന്നിട്ട് സുമ്മ ഖദറ ബിഹി, ആ കരാറിൽ അവൻ വഞ്ചന കാണിച്ചു എന്നൊരു അവിശ്വാസി മനസ്സിലാക്കിയാൽ, ലം യബ്ഖലഹു വസൂഖും ബിദ്ദീനി, അവന് മതത്തെ സംബന്ധിച്ചൊരു ഉറപ്പുണ്ടാവില്ല. അത് ശരി, മുസ്ലിമായിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇപ്പഴി ചെയ്തല്ലോ എന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഫൻസദ്ദ ബിസബബിഹി അനിദ്ദുഖൂലി ഫിൽ ഇസ്ലാം, ഒരുപക്ഷെ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് ഈ കാരണം കൊണ്ട് തന്നെ അവൻ വിസമ്മതിച്ചേക്കും. അവൻ ഇസ്ലാമിലേക്ക് വരേണ്ട കാരണം ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ്, ഇതിനൊരു വിശ്വാസ്യതൊന്നുമില്ല, ഇത് ചതിപ്രയോഗമൊക്കെ നടത്തുന്നതിനൊരു മനസാക്ഷിക്കുത്തില്ലാത്ത ആളുകളുടെ പ്രസ്ഥാനമാണ് എന്നൊക്കെ തോന്നിയാൽ എന്താവാം? അങ്ങനെ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇസ്ലാം മതത്തിന്റേതായിട്ടുള്ള ശൈലികൾ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാവാം. എന്നു മാത്രമല്ല, നമുക്ക് തന്നെയും വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ അവനുണ്ടാവേണ്ട ചില അച്ചടക്കങ്ങളില്ലേ, അവനുണ്ടാവേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങളില്ലേ, ആ പെരുമാറ്റച്ചട്ടങ്ങളുടെ വ്യക്തമായ ലംഘനമല്ലേ അത് മുഖേന ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ തന്നെ കാലിടറിപ്പോവുക എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും. ഇസ്ലാമിൽ ഉറച്ചു നിന്നതിന് ശേഷം നമ്മൾ സത്യത്തിൽ വഞ്ചന കാണിച്ചാൽ, ചതിപ്രയോഗം കാണിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി കളഞ്ഞു കുളിക്കുക എന്നൊരു സംഗതി ഉണ്ടാകും. അതാണ് അല്ലാഹു പറയുന്നത്, വലാ തത്തഖുദു അയ്മാനക്കും ദഖലൻ ബൈനക്കും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾക്കിടയിലുള്ള ഒരു ചതിപ്രയോഗത്തിന് നിങ്ങൾ വേദിയാക്കരുത്. ഫതസില്ല ഖദമുൻ ബഅദ സുബൂതിഹ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിങ്ങളുടെ കാലുറച്ചതിനു ശേഷം കാലിടറിപ്പോകും. അതായത് നിങ്ങൾ ഒരു മുസ്ലിമിന്റെ ശരിയായ കൾച്ചർ സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകും. വതദൂഖു സുഅ ബിമാ സദത്തും അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ
ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. തെറ്റിന്റെ കെടുതികളുടെ ദൂഷ്യഫലം നിങ്ങൾ രുചിച്ചു നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ശിക്ഷയുമുണ്ടാകും. അത് ദുനിയാവില്. ഇനി പരലോകത്തെത്തിയാലോ വലക്കും അദാബുൻ അലീം, നിങ്ങൾക്ക് വലിയ ശിക്ഷ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും പരലോകത്തെത്തുമ്പോ. കരാറ് ലംഘനം നിങ്ങൾ നടത്തിയാൽ ആ കരാർ ലംഘനം നിങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു കൾച്ചറിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോവുകയാണ്. ആ പുറകോട്ട് പോകുന്നതിനെ ആരെങ്കിലും പിന്തുടർന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ കരാറിൽ നിന്ന് വഞ്ചന കാണിക്കുന്നത് കാണുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അവമതിപ്പാരുടെങ്കിലും മനസ്സിലുണ്ടായാൽ അവർക്കെല്ലാവർക്കും തന്നെ ഈ മതത്തിലേക്ക് കടന്നു വരുന്നതിന് ഇൻഡയറക്റ്റായി തടസ്സം നിൽക്കുന്നവരായി നിങ്ങൾ മാറുകയാണ്. ഹിദായത്തിലേക്കും നന്മയിലേക്കും കടന്നു വരുന്നതിന് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തടസ്സമാകാൻ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും കാരണമാകുന്നത് വളരെ ഗൌരവത്തിൽ ആലോചിക്കണം. അതിന്റെ പേരിൽ ദുനിയാവിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരലോകത്ത് കടുത്ത ശിക്ഷയുമുണ്ടാകും എന്ന് അള്ളാഹു ഉണർത്തിയിരിക്കുകയാണ് ഇവിടെ. തുടർന്ന് അള്ളാഹു പറഞ്ഞു, വലാ തശ്തറൂബി അഹദില്ല, അള്ളാഹുവിന്റെ കരാറിനെ നിങ്ങൾ വിൽപ്പന നടത്തരുത്, കരാറിന് പകരം നിങ്ങൾ വിൽപ്പന നടത്തരുത്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങരുത്. സമനം കലീല, കുറഞ്ഞ വില വാങ്ങരുത്. അഥവാ ഭൗതിക ജീവിതത്തിലെ എന്തോ ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത കരാറിന് നിങ്ങൾ ലംഘനം കാണിക്കുകയും ആ നേട്ടങ്ങളുടെ പുറകെ നിങ്ങൾ പോവുകയും ചെയ്യരുത്. കാരണം എന്താ? ഇന്നമാ ഇൻദല്ലാഹി ഹുവ ഖൈറുൽ ലക്കും, നിശ്ചയം അള്ളാഹുവിങ്കലുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് ഉത്തമമായത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നവരാണെങ്കിൽ. അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത കരാറ്, ആ കരാറിൽ നിങ്ങൾ ലംഘനം കാണിക്കാം. ലംഘനം കാണിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഈ കരാറ് ലംഘിച്ചാൽ നിങ്ങൾക്ക് എന്തോ ഭൗതികമായ ചില നക്കാപ്പിച്ച നേട്ടങ്ങൾ കിട്ടും. ആ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി കരാറിന് ലംഘനം കാണിക്കുന്ന ശൈലി നിങ്ങൾ സ്വീകരിച്ചാൽ അതൊരു നഷ്ടക്കച്ചവടമാണ്. കാരണം എന്താ? ഇതിലൂടെ നിങ്ങൾ എന്ത് നേടിയാലും, ഈ ഒരു കരാർ ലംഘനത്തിലൂടെ നിങ്ങൾ എത്ര വലിയ ദുനിയാവ് നേടിയാലും അതെല്ലാം അള്ളാഹുവിലുള്ള പ്രതിഫലത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ ചെറുതും അതേപോലെ തന്നെ ഒന്നിനും കൊള്ളാത്തതുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത കരാറ് പാലിക്കുന്നതിന് തടസ്സമായി ഭൗതിക ജീവിതത്തിന്റെ എന്തെങ്കിലും പ്രൗഢിയോ നേട്ടങ്ങളോ നിങ്ങൾ മോഹിക്കാൻ പാടില്ല. കാരണം ഫഇന്നഹ ഖലീലത്തുൻ, ദുനിയാവ് എന്ന് പറഞ്ഞത് അത് വളരെ കുറവാണ്, കുറച്ചാണ്. ആഖിറത്തിലേക്ക് നോക്കുമ്പോൾ, പരലോകത്തുള്ള പ്രതിഫലത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ വിശേഷിച്ചും അത് വളരെ കുറവാണ്. എന്താ കാരണം? വലൗ ഹൈസത്തിൽ ഇബ്നി ആദമ ദുനിയാ ബിഹദാഫിരിഹാ ലക്കാന മാ ഇൻദല്ലാഹി ഹുവ ഖൈറുൽ ലഹു. ദുനിയാവ് മുഴുവനും തന്നെ ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്ന് സങ്കല്പിച്ചോളൂ. ദുനിയാവ് മുഴുവനും ഒരാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. പരലോകത്ത് അല്ലാഹു തആല അവന് ചില പ്രതിഫലങ്ങൾ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പരലോകത്ത് അവന് ലഭിക്കുന്ന പടച്ചവന്റെ അടുക്കലുള്ള പ്രതിഫലമാണ് ഈ ദുനിയാവ് മുഴുവനും കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനേക്കാൾ അവന് ഉത്തമം. കാരണം എന്താ? ഈ ദുനിയാവ് എത്ര തന്നെ കൈപ്പിടിയിൽ ഒതുങ്ങിയാലും ആ ഒതുങ്ങിയ ദുനിയാവ് തനിക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഒരു ലിമിറ്റഡ് പീരീഡ് മാത്രമല്ലേ ഉള്ളൂ, ഒരു കുറഞ്ഞ സമയം മാത്രമല്ലേ ഉള്ളൂ. മരണത്തോടുകൂടെ അതെല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെയല്ലേ മടങ്ങുന്നത്. ഓരോ ആളും മരിച്ചു പോകുമ്പോൾ അവൻ കൊണ്ടുപോകുന്നത് എന്താണ്? ഏതാനും പഞ്ഞിക്കഷ്ണങ്ങളും ഏതാനും കഫൻ തുണികളും മാത്രമല്ലേ. ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോവുകയല്ലേ. അതുകൊണ്ട് ഈ താൽക്കാലികമായി ജീവിക്കാനുള്ള ദുനിയാവിന്റെ പ്രൗഢിക്കും സന്തോഷത്തിനും വേണ്ടി അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ സന്തോഷം കളഞ്ഞുകുളിക്കുന്ന വിധത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത കരാറിൽ ലംഘനം കാണിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മാ ഇൻദക്കും യംഫദു, നിങ്ങളുടെ അടുത്തുള്ളതെല്ലാം തീർന്നുപോകും. നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നുപോകും. ഒന്നുകിൽ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എത്ര തന്നെ പണം നിങ്ങളുടെ കയ്യിൽ വന്നാലും അതൊക്കെ നിങ്ങളങ്ങനെ ചെലവാക്കി ഉള്ളതെല്ലാം തീർന്ന് കുത്തുവാളയെടുക്കുന്ന ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലേക്ക് നിങ്ങൾ ആഴ്ത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഇനി അതുണ്ടായില്ലെങ്കിൽ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം മരിച്ചുകൊണ്ടേ, മരിച്ചു പോകുന്നതിനോടുകൂടെ ഈ ദുനിയാവ് ആസ്വദിക്കാനുള്ള അനുഭവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ. അതേസമയത്ത് പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിങ്കലുള്ള രക്ഷയോ ശിക്ഷയോ രണ്ടിലൊന്നല്ലേ. എന്നാൽ ഒമാ ഇൻദല്ലാഹി ബാഖിൻ, അള്ളാഹുവിങ്കലുള്ളത് എന്നെന്നും ശേഷിക്കുന്നതാണ്, അത് അനശ്വരമാണ്.
നിങ്ങൾക്ക് ദുനിയാവിൽ ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ നശ്വരമാണ്, ക്ഷണഭങ്കുരമാണ്, താൽക്കാലികമാണ്. അള്ളാഹുവിങ്കലുള്ളതാവട്ടെ അത് സ്ഥിരമായിട്ട് ഒരിക്കലും നശിക്കാതെ നിലനിൽക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് പ്രതിഫലവും അതേപോലെ സന്തോഷവും ലഭിക്കാനുള്ള അവസരം ഒരുക്കപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ഒരുക്കപ്പെട്ടാൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ സവാബുഹു ലക്കും ഫിൽ ജന്നത്തി ബാഖിൻ ലൻഖതാഅ വലാ നഫാദ ലഹു ഫഇന്നഹു ദായിമുൻ ലാ യഹൂലു വലാ യസൂൽ. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത, നമ്മിൽ നിന്ന് വിട്ടുപോകാത്ത, എല്ലാ കാലത്തും നിലനിൽക്കുന്നതും ഉപയോഗിച്ചാൽ തീർന്നു പോകാത്തതുമായിട്ടുള്ള അനുഗ്രഹമാണ് പരലോകത്ത് പടച്ചവൻ നൽകുന്ന പ്രതിഫലം. അതേസമയത്ത് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എത്ര തന്നെ ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഒരു ചെറിയ രോഗം വന്ന അതിന്റെ ചികിത്സക്ക് തന്നെ ഉള്ളത് മുഴുവനും വിറ്റ് തൊലച്ചാലും നമുക്ക് പിന്നെ വീണ്ടും കടം വാങ്ങേണ്ട ഗതികേടിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കാം. അതുകൊണ്ട് ദുനിയാവിന്റെ പ്രൗഢിക്ക് വേണ്ടി ഒരിക്കലും തന്നെ ദീന് നശിപ്പിക്കുന്ന ശൈലി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലനജ്സിയന്നല്ലദീന സബറു അജ്റഹും, ക്ഷമിക്കുന്ന ആളുകളുടെ പ്രതിഫലം നമ്മൾ അവർക്ക് നൽകുന്നതാണ് ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏറ്റവും നല്ലതിനനുസരിച്ച് തന്നെ. അതായത് അവരുടെ ജീവിതത്തിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ അരുതായ്മകളും സ്ഖലിതങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടുപുറത്തു കൊടുക്കുകയും ചെയ്യും, അത് മാപ്പാക്കി കൊടുക്കും. അതിനവരെ ശിക്ഷിക്കുന്നതിന് പകരം അവരുടെ നന്മകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള പ്രതിഫലം കൊണ്ട് നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി ഉണ്ടാകേണ്ട ഒരു നിലപാടിലേക്ക് അള്ളാഹു വിരൽ ചൂണ്ടുകയാണ്. മൻ അമില സാലിഹൻ, സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണോ പെണ്ണോ ആവട്ടെ ആരായാലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്താൽ. കാരണം അവിശ്വാസിയുടെ സൽക്കർമ്മത്തിന് പരലോകത്തൊരു പ്രതിഫലവുമില്ലെന്നും മരുഭൂമിയിലെ മരീചിക കണക്കെ അതിന് യാഥാർത്ഥ്യമില്ലെന്നും ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും ആണോ പെണ്ണോ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, അവരെ നമ്മൾ നല്ല ജീവിതം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. നല്ല ജീവിതം ജീവിപ്പിക്കും. എവിടെ? ദുനിയാവിൽ അവന് നല്ല ജീവിതം നമ്മൾ നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്കുള്ള പ്രതിഫലം അവർ ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ലതിനനുസരിച്ച്. അവരുടെ ജീവിതത്തിൽ കുറെ നന്മകളുണ്ടെങ്കിൽ ആ നന്മകളുടെ കൂട്ടത്തിലുള്ളതിനനുസരിച്ച് തന്നെ അവർക്ക് പ്രതിഫലം നൽകുകയും എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല മാപ്പാക്കുകയും ചെയ്യും എന്നാണ്. ഇവിടെ സൽക്കർമ്മം വിശ്വാസിയായിട്ട് സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല ജീവിതം കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, വഹുവൽ അമലുൽ മുത്താബിഉ ലികിതാബില്ലാഹി തആല വസുന്നത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഖുർആനിനും മുത്തനബിന്റെ ചര്യക്കും അനുസരിച്ചുള്ള ജീവിതം ക്രമീകരിക്കലാണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ആണായാലും പെണ്ണായാലും അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ഒരു ദുനിയാവിൽ നല്ല ജീവിതം നൽകും, പരലോകത്ത് നല്ല പ്രതിഫലവും നൽകും എന്ന് പറഞ്ഞു. ഈ ദുനിയാവിലെ നല്ല ജീവിതം എന്ന് പറഞ്ഞത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിലുള്ളതാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ നല്ല ജീവിതം എന്ന് പറഞ്ഞതിന് വിവിധ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരു സംഘം മുഫസ്സിറുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് എന്താണ്? ഇബ്നു കസീർ പറയുന്നു, നല്ലതും ഹലാലുമായ ഭക്ഷണം അത് അള്ളാഹു അവർക്ക് നൽകുമെന്നാണ്. ഹലാലായ ഭക്ഷണം കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ നല്ല ജീവിതം എന്ന് പറഞ്ഞതിന് ഖനാഅത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ എന്ന വ്യാഖ്യാനം അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്നും അതേപോലത്തെ ഒരു റിപ്പോർട്ടുണ്ട്. ആധ്യാത്മികമായ വിജയം എന്നാണ് നല്ല ജീവിതം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന വ്യാഖ്യാനവും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, നല്ല ജീവിതം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതെവിടെയാ? അത് പരലോകത്താണ്, ദുനിയാവിലല്ല എന്ന വ്യാഖ്യാനവും ഇവിടെ ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനിമാം ഖത്താദ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ, ഹസൻ ബസരി തങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞു, ലാ യതീബു ലി അഹദിൻ ഹയാത്തുൻ ഇല്ലാ ഫിൽ ജന്ന, സ്വർഗത്തിലാണ് ഒരാൾക്ക് ശരിയായ നല്ല ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവിൽ ഒരിക്കലും എന്തല്ല,
എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായാലും അതിനൊന്നും ഒരു നല്ല ശൈലിയില്ല. കാരണം എന്താ, ഇവിടെ എത്ര സുഖവും സന്തോഷവും നമുക്ക് കിട്ടിയാൽ പോലും അത് വേണ്ടത്ര ആസ്വദിക്കാനോ അത് നമുക്ക് എൻജോയ് ചെയ്യാനോ കഴിയില്ല. എന്തുകൊണ്ട്? ഇമാം സാവി തങ്ങൾ പറഞ്ഞതുപോലെ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം സാവി തങ്ങൾ ഉദ്ധരിക്കുന്നു, ലാ യത്തീബുലി അഹദിൻ അൽ ഹയാത്തു ഇല്ലാ ഫിൽ ജന്ന. സ്വർഗത്തിലല്ലാതെ ഒരാൾക്കും ജീവിതം സുഖകരമാവില്ല, സന്തോഷകരമാവില്ല. കാരണം സ്വർഗത്തിലെത്തിയാൽ അന്നഹ ഹയാത്തുൻ ബിലാ മൗത്തിൻ, മരിക്കാതെയുള്ള ജീവിതമാണ് അവിടെ. വഗിനൻ ബിലാ ഫഖരിൻ, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യമാണ് അവിടെ. വസിഹത്തുൻ ബിലാ സഖമിൻ, രോഗമില്ലാത്ത ആരോഗ്യസ്ഥിതിയാണ് അവിടെ. അതേപോലെ തന്നെ മിൽക്കും ബിലാ ഹലാക്കിൻ, നാശമില്ലാത്ത അധികാരമാണ് അവിടെ. വസആദത്തുൻ ബിലാ ശഖാവത്തിൻ, പരാജയം തൊട്ടു തീണ്ടാത്ത വിജയമാണ് അവിടെ. അപ്പോ ഇനി ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊരു ധൈര്യം എവിടെ എത്തുമ്പോൾ കിട്ടണമെന്ന് സ്വർഗത്തിലെത്തുമ്പോൾ കിട്ടും. ഭൂമിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഏത് സമയത്തൊരു മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറാമല്ലോ. വിശ്വാസിയായി ജീവിച്ചവൻ അവസാനം അവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് ഈമാനില്ലാതെ മരിച്ചു പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസ്ഥയൊക്കെ എത്ര ആളുകൾക്ക് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിലൂടെ. അപ്പൊ അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും ഇതൊക്കെ വിട്ടിട്ട് മരിക്കണമല്ലോ എന്ന ചിന്ത വരുന്നോടുകൂടെ എന്താവും, അതിന്റെ സുഖമൊക്കെ നഷ്ടപ്പെടും. അത് ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു സുഖത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു രോഗം പെട്ടെന്ന് വന്നാൽ തീർന്നില്ലേ എന്ന് ചിന്തിച്ചാൽ അതോടുകൂടെ എന്തായി, അതോടുകൂടെ ഇതിന്റെ ആസ്വാദനത്തിന്റെ ആ ഒരു ഭംഗി പോകും. ഇനി സുഖത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ട് ദരിദ്രനായി പോയാൽ തീർന്നല്ലോ എന്ന് ചിന്തിച്ചാലോ. എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ എന്ത് ആസ്വദിക്കുമ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് സാധ്യത നിലനിൽക്കുന്നതിനാൽ അത് ആസ്വാദനത്തിന് പൂർണ്ണമല്ല. അതുകൊണ്ട് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. അപ്പൊ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നല്ല ജീവിതം അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ പരലോകത്തെ സ്വർഗത്തിന്റെ സുഖകരമായ സാഹചര്യങ്ങളിലേക്ക് അള്ളാഹു തആല അവരെ എത്തിക്കും എന്നാണ് ഇതിന് വ്യാഖ്യാനം പറയേണ്ടത് എന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പോലുള്ളവർ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ദുനിയാവിൽ ഹലാലായ ഭക്ഷണം ലഭിക്കുന്നത്, അതേപോലെ തന്നെ അള്ളാഹുവിന് ആരാധന ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടാവുന്നത് എന്നതൊക്കെ നല്ല ജീവിതം എന്നതിന്റെ പരിധിയിൽ വരും എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങളും വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വസ്സഹീഹു അന്നൽ ഹയാത്ത തയ്യിബത തശ്മലു ഹാദാ കുല്ലഹു. ഈ പറഞ്ഞ നല്ല ജീവിതം എന്ന് പറഞ്ഞത് ഇതിനെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടതാണ്. അതായത് ഈ തഫ്സീറുകളൊന്നും വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. ഇതെല്ലാം കൂടെ സാംശീകരിച്ച് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ അസ്ലമ, മുസ്ലിമായവൻ വിജയിച്ചു, വറുസിഖ കഫാഫൻ, അവന്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ ആവശ്യമായത് അവന് നൽകപ്പെടുകയും ചെയ്തു. വഖന്നാഹുല്ലാഹു ബിമാ ആതാഹു, അല്ലാഹു അവന് നൽകിയതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിജയിച്ചു എന്ന് മുത്തനബിന്റെ ഹദീസിലുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളിലെല്ലാം പറഞ്ഞ സംഗതികളെ സാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയാണത്. അതുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള മനസ്ഥിതിയും അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പരമാവധി സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ഒരു ആവേശവും അതോടൊപ്പം തന്നെ ഹലാലായ ഭക്ഷണമേ കഴിക്കൂ എന്ന നിർബന്ധ ബുദ്ധിയും പരമാവധി സൽക്കർമ്മങ്ങളുടെ വർധനവിനും ആവേശത്തോടുകൂടെ സൽക്കർമ്മങ്ങളിലേക്കുള്ള മുന്നേറ്റത്തിനും വേദിയൊരുക്കണമെന്ന നിർബന്ധ ബുദ്ധിയും ശ്രദ്ധയും ചിന്തയും നമ്മുടെ ജീവിതത്തെ ചൂടും ഗ്രസിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ സന്തോഷവും പ്രതിഫലവുമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.